വെൽക്കം ടു ലേണർ ഫ്രണ്ട്ലി. ഗാഗ്നെയുടെ ഹൈറാർക്കി ഓഫ് ലേണിംഗ് ആണ് ഇന്ന് ഈ ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അമേരിക്കൻ എഡ്യൂക്കേഷണൽ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള റോബർട്ട് എം ഗാഗ്നെ ആണ് ലേണിങ്ങിനെ അതിൻ്റെ കോംപ്ലക്സിറ്റിക്ക് അനുസരിച്ചിട്ട് ഒരു ഓർഡർ ചെയ്തിരിക്കുന്നത്. Gagne attempted to analyze the learning process and to grade them in the hierarchical order of complexity involved in it has resulted in a learning system popularly known as Gagne's hierarchy of learning. ലേണിങ്ങിനെ അതിൻ്റെ ഹൈറാർക്കി അനുസരിച്ചിട്ട് ഓർഡർ ചെയ്തിരിക്കുകയാണ്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത് മുതൽ കോംപ്ലക്സ് ആയിട്ടുള്ള ലെവൽ വരെ. അതിനെ അറിയപ്പെടുന്ന പേരാണ് ഗാഗ്നേസ് ഹൈറാർക്കി ഓഫ് ലേണിംഗ്. അതിനു വേണ്ടിയിട്ട് 8 തരം ലേണിംഗ് ആണ് ഗാഗ്നെ പറഞ്ഞിരിക്കുന്നത്. 8 ടൈപ്സ് ഓഫ് ലേണിംഗ്. ഒന്നാമത്തത് സിഗ്നൽ ലേണിംഗ്, രണ്ടാമത്തത് സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ്, മൂന്നാമത്തത് ചെയിനിങ്, ഫോർത്ത് വൺ വെർബൽ അസോസിയേഷൻ, ഫിഫ്ത്ത് മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ, സിക്സ്ത് കോൺസെപ്റ്റ് ലേണിംഗ്, സെവൻത്ത് പ്രിൻസിപ്പൽ ലേണിംഗ് ആൻഡ് ലാസ്റ്റ് വൺ പ്രോബ്ലം സോൾവിങ്. ആദ്യത്തെ സിഗ്നൽ ലേണിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്ലാസിക്കൽ കണ്ടീഷനിങ് ഫോമിലുള്ളൊരു ലേണിംഗ് ആണ്. കുട്ടികൾക്ക് സ്റ്റിമുലസ് നൽകിയിട്ട് അതിനനുസരിച്ചിട്ട് അവരെ കണ്ടീഷൻ ചെയ്തു വെക്കുന്നതാണ് സിഗ്നൽ ലേണിംഗ് എന്ന് പറയുന്നത്. വേർബൽ ആയിട്ടുള്ളതോ വിഷ്വൽ ആയിട്ടുള്ളതോ സ്റ്റിമുലൈ ആണ് കുട്ടികളുടെ ബിഹേവിയർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. വേർബൽ ആൻഡ് വിഷ്വൽ സ്റ്റിമുലൈ മേ ബിക്കം സിഗ്നൽസ് ഫോർ എ സ്പെസിഫിക് ബിഹേവിയർ. നമ്മൾ ഓൾറെഡി ക്ലാസിക്കൽ കണ്ടീഷനിങ് പഠിച്ചതാണ്. അതായത് കുട്ടികളിലുള്ള പേടികൾ, അവരുടെ മോശ സ്വഭാവങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് അവരുടെ സ്വഭാവം കണ്ടീഷൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും. അതാണ് അവിടെ സ്റ്റിമുലൈ ആയിട്ട് പ്രവർത്തിക്കുന്നത്. ഇവിടെ വിഷ്വൽ ആയിട്ടുള്ളതോ വേർബൽ ആയിട്ടുള്ളതോ സ്റ്റിമുലൈ സിഗ്നലായിട്ട് പ്രവർത്തിക്കുകയും കുട്ടികളുടെ സ്വഭാവം അതിനനുസരിച്ച് മാറുകയും ചെയ്യും. കുട്ടികളുടെ തീയോടുള്ള പേടി മാറ്റാൻ, വെള്ളത്തിനോടുള്ള പേടി മാറ്റാൻ വേണ്ടിയിട്ട്, അങ്ങനെയുള്ള പല കാര്യങ്ങളും അവരുടെ ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് അതിന് തരത്തിലുള്ള സിറ്റുവേഷൻസ് അറേഞ്ച് ചെയ്യും. പേടി മാറ്റാൻ വേണ്ടി പല കാര്യങ്ങളും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. സോ അതിൻ്റെ റിസൾട്ടായിട്ട് കുട്ടികൾ എന്താവും, പുതിയൊരു മാറ്റത്തിലേക്ക്, പുതിയൊരു സ്വഭാവത്തിലേക്ക് കണ്ടീഷൻ ചെയ്യപ്പെടും. അതാണ് സിഗ്നൽ ലേണിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തത് സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ് ആണ്. സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിങ്ങിൽ അതൊരു ട്രയൽ ആൻഡ് എറർ ഫോമാണ്. രണ്ടാമത്തെ ടൈപ്പായിട്ടുള്ള സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിങ് ട്രയൽ ആൻഡ് എററിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ടാണ് പറയുന്നത്. ലേണറ് ഒരു പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞാൽ അത് അതിൻ്റെ നല്ല റിസൾട്ട് ഉണ്ടാകുന്നത് വരെ അവർ റെപ്പറ്റീഷനായിട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. പലതവണ പരിശ്രമിച്ചിട്ട് ശരിക്കുള്ള റിസൾട്ട് എത്തുമ്പോഴെന്ത് ചെയ്യും, അതിനെ അവർ ആക്സെപ്റ്റ് ചെയ്യും. അങ്ങനെ കുട്ടികൾ കൃത്യമായ രീതിയിൽ അവരെ പഠനം മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ടീച്ചേഴ്സ് എന്ത് ചെയ്യും, അവർക്ക് റിവാർഡുകൾ നൽകും. നമ്മൾ സ്കൂൾ അസംബ്ലിയിൽ വെച്ചിട്ട് അവരെ അംഗീകരിക്കുക, അവർക്ക് വേണ്ട സമ്മാനങ്ങളൊക്കെ നൽകുക. അതൊക്കെയാണ് സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിങ്ങിൽ വരുന്നത്. ലേണർക്ക് എന്ത് കൊടുക്കണം, റിവാർഡോ അല്ലെങ്കിൽ റീഇൻഫോഴ്സ്മെൻറ്റോ ഇതിൽ നൽകുന്നു, സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിങ്ങിൽ നൽകുന്നു. ഇതിൽ മെയിനായിട്ടും റെപ്പറ്റീഷനാണ് വേണ്ടത്. ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ചെയ്യാൻ നമ്മൾ ഒരു ടാസ്ക് തന്നു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പലതരത്തിലും ശ്രമിക്കുമല്ലോ ഇതെങ്ങനെയാണ് കറക്റ്റായിട്ട് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അതിന് റെപ്പറ്റീഷൻ വേണം. ദ ലേണർ റിസീവ്സ് സം റിവാർഡ് ഓർ റീഇൻഫോഴ്സ്മെൻറ്റ് ഓൺലി വെൻ ഹി മേക്സ് ദ ഡിസൈർഡ് റെസ്പോൺസ്. മൂന്നാമത്തത് ചെയിനിങ് ആണ്. ചെയിനിങ് എന്ന് പറഞ്ഞാൽ തന്നെ കണക്ഷൻ ആണല്ലേ. അപ്പോൾ കണക്ട് ചെയ്ത് പഠിക്കുക, നമ്മളുടെ പ്രീവിയസ്ലി പഠിച്ച കാര്യങ്ങളുമായിട്ട് പുതിയ കാര്യങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കുന്നതിനെയാണ് ചെയിനിങ് എന്ന് പറയുന്നത്. നോർമലി വേർബൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയിനിങ്ങിന് ഉപയോഗിക്കുക. ABCD പഠിക്കുന്നതാണെങ്കിലും മറ്റ് മലയാളത്തിലുള്ള ആൽഫബറ്റ്സ് പഠിക്കുകയാണെങ്കിലും എല്ലാം ചെയിനിങ്ങിൻ്റെ റിസൾട്ടാണല്ലേ. പക്ഷേ ഗാഗ്നെ പറഞ്ഞിരിക്കുന്നത് നോൺ വെർബൽ ആയിട്ടുള്ള കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്നുണ്ട്. അതായത് അവർ ചെയ്യുന്ന ഓരോ ആക്ഷൻസ്, കുട്ടികൾ സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ ചെരുപ്പൂരി വയ്ക്കുന്നു, അവർ ബാഗ് താഴെ വയ്ക്കുന്നു, കുട്ടികൾ ശരിയായ രീതിയിൽ പെൻസിൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടി പഠിക്കുന്നു, ഡ്രസ്സിൻ്റെ ബട്ടൺ ഇടാൻ വേണ്ടി പഠിക്കുന്നു, ഇറേസർ യൂസ് ചെയ്യാൻ പഠിക്കുന്നു. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നോൺ വെർബൽ ആയിട്ടുള്ള കാര്യങ്ങളും ഒരു ചെയിൻ എന്ന പോലെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. പെൻസിൽ യൂസ് ചെയ്ത് പഠിച്ച കുട്ടിക്ക് ഒരു പെന്ന് കൊടുത്തു കഴിഞ്ഞാൽ പെന്ന് വെച്ച് വരക്കാൻ പറ്റുമല്ലോ. അതാണ് ചെയിൻ ലേണിങ്. അവർ പുതിയൊരു കാര്യത്തെ
മുന്നേ പഠിച്ച കാര്യമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് പഠിക്കുന്നു. അതുകൊണ്ട് തന്നെ ഗാഗ്നയുടെ അഭിപ്രായത്തിൽ വേർബൽ ലേണിംഗ് മാത്രമല്ല ചെയിനിങ്ങിൽ പോസിബിൾ ആവുന്നത്, നോൺ വേർബൽ ആയിട്ടുള്ള മോട്ടോർ സ്കിൽസും കൂടി ചെയിനിങ്ങിൽ അപ്ലിക്കബിൾ ആണ്. നാലാമത്തത് വേർബൽ അസോസിയേഷൻ ആണ്. വാക്കുകൾ പഠിച്ചിട്ട് അതിനെ ശരിയായ ഘടനയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ് വേർബൽ അസോസിയേഷൻ എന്ന് പറയുന്നത്. സബ്ജക്റ്റ്, വേർബ്, ഒബ്ജക്റ്റ് അങ്ങനെയുള്ള പല കാര്യങ്ങളുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് കുട്ടികൾ പഠിച്ച വാക്കുകൾ അസോസിയേറ്റ് ചെയ്യുന്നതാണ് വേർബൽ അസോസിയേഷൻ. ഇപ്പോൾ ഫ്രണ്ട്, സുഹൃത്തിന് പറയുന്ന ടേം ഫ്രണ്ട് ആണെന്ന് പറഞ്ഞു കൊടുത്തു. അവൾ എന്നതിനെ നമ്മൾ ഷീ എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ കുട്ടികൾ ഷീ ഈസ് മൈ ഫ്രണ്ട്, അവൾ എൻ്റെ സുഹൃത്താണ് എന്ന് പറയാൻ ഈ 4 വാക്കുകൾ ഷീ ഈസ് മൈ ഫ്രണ്ട് എന്ന് അസോസിയേറ്റ് ചെയ്ത് പറയുന്നത് എന്താണ്? വേർബൽ അസോസിയേഷൻ ആണ്. അപ്പോൾ അതിലെന്ത് ചെയ്യണം? ഏതാണ് വേർബ്, ഏതാണ് ഒബ്ജക്റ്റ്, ഏതാണ് സബ്ജക്റ്റ് എന്ന ഘടനയൊക്കെ കുട്ടി മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് ഒരു വാക്ക് ഉണ്ടാക്കുന്ന സമയത്ത് കുട്ടി ഇതേ ഒരു പാറ്റേൺ ഫോളോ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഷീ റൈറ്റ്സ് എന്ന് പഠിച്ച കുട്ടിക്ക് എന്ത് ചെയ്യാം? പ്രീവിയസ്ലി ലേൺഡ് നോളജ് വെച്ചിട്ട് പുതിയതായിട്ട് ഹീ റൈറ്റ്സ് എന്ന് പറയാൻ വേണ്ടി സാധിക്കും. അതേപോലെ തന്നെ അത് പ്ലൂറൽ ആണെങ്കിൽ, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വേർബിൻ്റെ കൂടെ എസ് ചേർക്കണ്ട എന്നൊരു നോളജ് കുട്ടിക്ക് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഒരു കാര്യം വരുമ്പോഴും എന്ത് ചെയ്യും? ആ പ്രീവിയസ്ലി ലേൺഡ് കാര്യം വെച്ചിട്ട് തന്നെ പുതിയതായിട്ടുള്ള കുട്ടികൾ വാക്കുകൾ അസോസിയേറ്റ് ചെയ്യും. അതിനെയാണ് വേർബൽ അസോസിയേഷൻ എന്ന് പറയുന്നത്. ഇവിടെയും നമ്മൾ പ്രീവിയസ് ആയിട്ട് പഠിച്ച കാര്യങ്ങൾ പുതിയതായിട്ട് പഠിക്കുന്ന കാര്യങ്ങളെ ലിങ്ക് ചെയ്യുന്നുണ്ട്. 5ാമത്തെ ടൈപ്പാണ് മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ. മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷനിൽ വരുന്ന കാര്യം, ഇപ്പോൾ കുട്ടികൾക്ക് കളർ പറഞ്ഞു കൊടുക്കുകയാണെന്ന് കരുതുക. നമ്മളിപ്പോൾ പറഞ്ഞു കൊടുക്കും ഇത് വൈറ്റ് ആണ്, ബ്ലാക്ക് ആണ്, റെഡ് ആണ്, ഗ്രീൻ ആണെന്നൊക്കെ കുറച്ച് വലിയ ആൾക്കാർ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. പക്ഷെ കുട്ടിയുടെ കണ്ണിൽ നോക്കുമ്പോൾ അതിനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് അതിനെ ഏതാണ് റെഡ് ഏതാണ് ഗ്രീൻ എന്ന് കുട്ടിക്ക് പഠിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. പല പല നിറങ്ങൾ കുട്ടിയുടെ മുന്നിൽ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടിക്ക് ആകെ കൺഫ്യൂഷൻ ആവും ഏതാണ് ഇന്ന കളർ എന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പം അതിന് പകരം നമ്മൾക്ക് എന്ത് ചെയ്യാം? ബ്ലാക്ക് കളർ എന്ന് നമ്മുടെ ഹെയറിൻ്റെ കളറാണ്, ഗ്രീൻ കളർ എന്നത് ലീവ്സിൻ്റെ കളറാണ്. അങ്ങനെ ഓരോ കാര്യങ്ങളും കുട്ടിക്ക് ലിങ്ക് ചെയ്ത് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ കുട്ടിക്ക് എന്ത് ചെയ്യാം? കളറുകളൊക്കെ പെട്ടെന്ന് തന്നെ അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കിയിട്ട് പഠിക്കാൻ വേണ്ടി സാധിക്കും. ഇവിടെയും എന്താണ്? പ്രീവിയസ്ലി ലേൺഡ് മെറ്റീരിയൽസുമായിട്ട് കുട്ടികൾക്ക് ഷേപ്പുകളും ഇലകളും പൂക്കളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഈ കളേഴ്സ് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ പ്രീവിയസ്ലി ലേൺഡ് മെറ്റീരിയലുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് എന്ത് ചെയ്യുക? പുതിയ പുതിയ കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. അതിനെയാണ് മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. ഇവിടെ മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ വരണമെങ്കിൽ ഇതുപോലുള്ള പല പല നിറങ്ങൾ, പല പല ഷേപ്പുകൾ, ഇങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു ടൈപ്പ് ലേണിംഗ് വരുന്നത്. അടുത്തത് കോൺസെപ്റ്റ് ലേണിംഗ് ആണ്. While learning a concept, the learner responds to a stimulus in terms of abstracted properties like color, shape, position, etc., as opposed to their concrete physical appearances. ഏതൊരു കാര്യത്തിൻ്റെയും കോൺസെപ്റ്റ്, ആശയം കുട്ടികളിൽ രൂപീകരിക്കണമെങ്കിൽ അതിൻ്റെ ഷേപ്പ് വെച്ചിട്ടോ അതിൻ്റെ പൊസിഷൻ വെച്ചിട്ടോ അതിൻ്റെ കളർ വെച്ചിട്ടോ ഒക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. അല്ലാണ്ട് ഇപ്പോൾ ഒരു കുട്ടിയുടെ മുന്നിൽ പോയിട്ട് നമ്മൾ പെട്ടെന്ന് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഭരണി എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇന്നത്തെ കുട്ടികൾക്ക് എത്ര പേർക്ക് ഭരണി എന്ന് പറഞ്ഞാൽ അറിയുമെന്ന് അറിയില്ല. അപ്പോൾ ഭരണി എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ മൈൻഡിലൊരു കോൺസെപ്റ്റ് എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരും, ഒരു അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് വരും. അപ്പം നമ്മൾ അതിനെ ക്ലിയർ ആയിട്ട് നല്ലൊരു കോൺസെപ്റ്റിലേക്ക് എത്തിക്കാൻ നമ്മൾ എന്താ പറയേണ്ടത്? അതൊരു പാത്രം പോലത്തെ ഒരു സംഭവം തന്നെയാണ്, അല്ലെങ്കിൽ അടച്ചുറപ്പുള്ളൊരു പാത്രമാണ്. പണ്ടത്തെ കാലത്ത് എന്താ ചെയ്യുക? നമ്മളതിൽ പല കാര്യങ്ങളിട്ട് സൂക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കും. കളിമണ്ണ് കൊണ്ട് ഭരണി ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ അതിൻ്റെ കളറ്, ഷേപ്പ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും വെച്ചിട്ട് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഭരണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. അപ്പോൾ കുട്ടിയുടെ മൈൻഡിൽ എന്ത് ചെയ്യും? അതിൻ്റെ ഒരു കോൺസെപ്റ്റ് ഫ്രെയിം ചെയ്യും. ഇനി നമ്മളൊരു ഭരണി എടുത്ത് കാണിച്ചു കൊടുത്തിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഇതാണ് ഭരണി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കളറാണോ അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്, എന്ത് മെറ്റീരിയലാണോ ഉപയോഗിച്ചിരിക്കുന്നത്, അത് മാത്രമായിരിക്കും കുട്ടിയുടെ കോൺസെപ്റ്റ്. ഭരണി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ്. ഇനി വേറെ ഏതെങ്കിലും മെറ്റീരിയലോ വേറെ ഏതെങ്കിലും കളർ അതിന് നൽകിയിട്ടോ ഭരണി കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുട്ടിക്ക് മനസ്സിലാവണം എന്നില്ല. സോ കോൺസെപ്റ്റ് ലേണിംഗ് എന്നുള്ളതൊരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ലേണിംഗ് തന്നെയാണ്. പതിയെ പതിയെ കുട്ടി എന്ത് മനസ്സിലാക്കും?
പല പല ഷേപ്പുകളിൽ പല പല കളറുകൾ ഇതിൽ അവൈലബിൾ ആണ്, പല സൈസിൽ ഇത് അവൈലബിൾ ആണ്. പക്ഷെ അതിൻ്റെ രൂപം കണ്ടു കഴിഞ്ഞാൽ എന്ത് മനസ്സിലാക്കണം? ഇത് ഭരണിയാണ് എന്നുള്ളൊരു കാര്യം കുട്ടിക്ക് മനസ്സിലാവും. അപ്പോൾ ഈ കോൺസെപ്റ്റ് ലേണിംഗ് എന്നുള്ളൊരു ഗ്രാജുവൽ ആയിട്ടുള്ളൊരു സ്ലോ പ്രോസസ്സാണ്. ഇനി ഈ ഒരു കോൺസെപ്റ്റ് കുട്ടിയിൽ ഉണ്ടാവണമെങ്കിൽ എന്തൊക്കെ ആവശ്യമാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ ഈ 5 കാര്യങ്ങളും, സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ്, സിഗ്നൽ ലേണിംഗ്, ചെയിനിങ്, വെർബൽ അസോസിയേഷൻ, മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ, ഈ ഒക്കെയും ലേണിങ്ങിലൂടെ കുട്ടി കടന്നെത്തിയിട്ട് വേണം കോൺസെപ്റ്റ് ലേണിങ്ങിലേക്ക് എത്താൻ. അപ്പോൾ ഓരോരോ സ്റ്റേജുകളും അതിന് മുമ്പേയുള്ള സ്റ്റേജുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. 7ാമത്തെ ടൈപ്പ് ഓഫ് ലേണിംഗ് ആണ് പ്രിൻസിപ്പിൾ ലേണിംഗ്. പ്രിൻസിപ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ തത്വമാണ് അല്ലേ. അപ്പോൾ ഒരു പ്രിൻസിപ്പിളിൽ 1, 2 അതിലധികമോ കോൺസെപ്റ്റുകൾ ഉണ്ടാവും. ഇപ്പോൾ കുട്ടികൾക്ക് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പറഞ്ഞു കൊടുക്കുകയാണെന്ന് കരുതുക. ഒരു നിറഞ്ഞിരിക്കുന്ന ഒരു കണ്ടെയ്നറിലേക്ക് ഒരു കല്ലെടുത്തിട്ട് കഴിഞ്ഞാൽ പുറത്തേക്ക് ഒഴുകുന്ന വെള്ളം എന്താണ്? അതാണ് ആ കല്ലിന് ആ കണ്ടെയ്നറിൽ സ്ഥിതി ചെയ്യാൻ വേണ്ട വ്യാപ്തം എന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. എത്ര ആണോ പുറത്തേക്ക് ഒഴുകിയ വെള്ളം അതാണ് ഈ കല്ലിന് അവിടെ സ്ഥിതി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വ്യാപ്തം. ഫ്ലൂയിഡ് മെക്കാനിക്സിൽ ഒരു പ്രിൻസിപ്പിളാണ് ആർക്കിമിഡീസ് തത്വം. ഇത് ഒരു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുകയാണെന്ന് കരുതാം. ഇനി അവർ വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യും? അത് ഓരോരോ സിറ്റുവേഷനിലേക്ക് അവർ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഒരു ബക്കറ്റിലേക്ക് വെള്ളം എടുത്തിട്ട് അതിലേക്ക് എന്തെങ്കിലും ഒരു സാധനം അവരിടും. അപ്പോൾ പുറത്തേക്ക് മറിയുന്ന വെള്ളം എന്താണ്? അതാണ് ഇതിൻ്റെ വോള്യൂം എന്ന് കുട്ടി മനസ്സിലാക്കുന്നു. അങ്ങനെ പഠിച്ച കാര്യങ്ങൾ പുതിയ പുതിയ സിറ്റുവേഷനിലേക്ക് അവർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ പ്രിൻസിപ്പിളിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്ന് കുട്ടിക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. സോ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ടീച്ചർക്ക് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പഠിപ്പിക്കാൻ എന്തേ വേണ്ടു? വേർബലായിട്ട് പഠിപ്പിച്ചാൽ മാത്രം മതി. കുട്ടി പല തവണ ഈ കാര്യം ഡെമോൺസ്ട്രേറ്റ് ചെയ്യുകയും മറ്റുള്ളവർ ഡെമോൺസ്ട്രേഷൻ ചെയ്യുന്നത് കാണുകയും ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ ടീച്ചർക്ക് വേർബലായിട്ട് പറഞ്ഞു കൊടുത്താൽ പോരെ. കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ടുള്ള ലേണിംഗ് ആണ് പ്രിൻസിപ്പൽ ലേണിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇനി ലാസ്റ്റത്തെ സ്റ്റേജാണ്, ലാസ്റ്റത്തെ ടൈപ്പാണ് പ്രോബ്ലം സോൾവിങ്. Gagne views problem solving as a process of combining previously learned principles into novel higher order principles for the purpose of solving complicated problematic situation. പ്രോബ്ലം സോൾവിങ്ങിന് നമുക്ക് ഏറ്റവും ആദ്യം വേണ്ട എന്താണ്? തിങ്കിങ് ആണല്ലേ. ഒരു പ്രശ്നം സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ആ പ്രശ്നത്തെക്കുറിച്ച് നമ്മൾ പഠിക്കണം. പ്രോബ്ലം സോൾവിങ് എന്നുള്ളത് നമ്മളുടെ ക്ലാസ് റൂമിൽ ഒരു ആക്ടിവിറ്റി ആയിട്ട് ബന്ധപ്പെടുത്തുകയാണെങ്കിൽ ഒരു മാത്തമെറ്റിക്കൽ പ്രോബ്ലം, ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ കുട്ടി എന്ത് ചെയ്യണം? ആ ക്വസ്റ്റ്യൻ ഏതെങ്കിലും ഒരു ഇക്വേഷനായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ടോ, അത് ഏത് തത്വമായിട്ട്, ഏത് പ്രിൻസിപ്പിളാണ് അതിൻ്റെ പുറകിലിരിക്കുന്നത് എന്നൊക്കെ കുട്ടി മനസ്സിലാക്കണം. സോ പ്രോബ്ലം സോൾവിങ്ങിന് എന്തൊക്കെ ആവശ്യമാണ്? നമ്മൾ നേരത്തെ പഠിച്ച ഈ 7 ടൈപ്പ് കാര്യങ്ങളും ഈ പ്രോബ്ലം സോൾവിങ്ങിൽ വരുന്നുണ്ട്. നമ്മൾ അക്വയർ ചെയ്ത നോളജിൻ്റെ ബേസിസിലായിരിക്കണം ഒരു പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്. അത് കോഗ്നിറ്റീവ് ആയിട്ടുള്ള ഒരു ഹയർ ലെവൽ ലേണിംഗ് ആണ്. സോ ഒരു കുട്ടിയുടെ പഠന പുരോഗതി എടുക്കുകയാണെങ്കിൽ സിഗ്നൽ ലേണിംഗ് മുതൽ പ്രോബ്ലം സോൾവിങ് വരെയുള്ള കാര്യങ്ങളാണ് അതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. പ്രോബ്ലം സോൾവിങ് എന്നുള്ളത് ഹയസ്റ്റ് ലെവൽ ഇൻ ലേണിംഗ് പ്രോസസ്സാണ്. ഒരു ലേണർ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വല് എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ നല്ല പ്രോഗ്രസ് വേണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? പ്രീ റിക്വസൈറ്റ്സ് ആവശ്യമാണ്. സോ ഇന്നത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെക്കുറിച്ച് പൊതുവെ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു കുറ്റമുണ്ട്. അതായത് കുട്ടികൾക്ക് ഗ്രാമർ പഠിപ്പിക്കുന്നില്ല, ഗ്രാമർ പഠിപ്പിക്കാണ്ട് കുട്ടികൾ എങ്ങനെയാണ് ഇംഗ്ലീഷ് സംസാരിക്കുക എന്ന്. പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ക്ലാസ്സുകളിലും കുട്ടികൾക്ക് ആക്ടിവിറ്റീസ് ഇഷ്ടം പോലെയുണ്ട്. സബ്ജക്റ്റ് വെർബ് അഗ്രിമെൻ്റ് ഇതാണ് രീതി എന്ന് കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കുന്നില്ലെങ്കിൽ പോലും ഓരോ ക്ലാസ്സുകളിലും കുട്ടികൾക്ക് ഓരോ ആക്ടിവിറ്റീസിലൂടെയാണ് അവർ പോകുന്നത്. എല്ലാ ക്ലാസ്സിലും പഠിക്കേണ്ട രീതിയിൽ ഈ ആക്ടിവിറ്റീസ് മുഴുവൻ കുട്ടികൾ പഠിച്ചു കഴിഞ്ഞാൽ എന്താവും? അവരുടെ ലാംഗ്വേജ് ഡെവലപ്പ് ആവും. അതുതന്നെയാണ് ഗാഗ്നെയും പറഞ്ഞിരിക്കുന്നത്. ഓരോ സ്റ്റേജുകളിലും പഠിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ ലേണിംഗ് എന്നത് എന്താണ്? ഈസി ആയിട്ടുള്ളൊരു ടാസ്ക്കാണ്. സിഗ്നൽ ലേണിംഗ്, സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ്, ചെയിനിങ്, വെർബൽ അസോസിയേഷൻ, മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ, കോൺസെപ്റ്റ് ലേണിംഗ്, പ്രിൻസിപ്പിൾ ലേണിംഗ്, പ്രോബ്ലം സോൾവിങ്, ഇതൊക്കെയും കുട്ടികൾ അവരുടെ ആ ഒരു പ്രായത്തിൽ ഏത് സ്റ്റേജിലാണോ പഠിക്കുന്നത് ആ സ്റ്റേജിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ ഉൾക്കൊള്ളുകയാണെങ്കിൽ ലേണിംഗ് എന്നതൊരു ഈസി ടാസ്ക് ആണെന്ന് ഗാഗ്നെ പറയുന്നു. അതിൻ്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള സ്റ്റേജാണ് സിഗ്നൽ ലേണിംഗ്. ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള ഏറ്റവും ഹയർ ലെവലാണ് പ്രോബ്ലം സോൾവിങ്.
ഗാഗ്നയുടെ ഹൈറാർക്കി ഓഫ് ലേണിംഗ് 8 സ്റ്റേജുകളിലായിട്ടാണ്. സിഗ്നൽ ലേണിംഗ്, സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ്, ചെയിനിങ്, വെർബൽ അസോസിയേഷൻ, മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ, കോൺസെപ്റ്റ് ലേണിംഗ്, പ്രിൻസിപ്പൽ ലേണിംഗ്, പ്രോബ്ലം സോൾവിങ്. ഈ 8 ടൈപ്പ് ഓഫ് ലേണിങ്ങും അതിൻ്റെ ഓർഡറിൽ തന്നെ, കാരണം ഇത് ഹൈറാർക്കി ഓഫ് ലേണിംഗ് അല്ലേ, അപ്പോൾ അതിൻ്റെ ഓർഡറുകളിൽ തന്നെ പഠിക്കണം. അത് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കഥ പറയാം. ഇതിൽ ലോജിക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ കഥ ഒന്ന് മനസ്സിലാക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഇത് ഈസി ആയിട്ട് കണ്ണുപൂട്ടി 8 സ്റ്റേജും പറയാം. അപ്പോൾ കഥ ഇങ്ങനെയാണ് തുടങ്ങുന്നത്. ഒരു സ്കൂളിൽ നിന്ന് അല്ലെങ്കിൽ ഒരു കോളേജിൽ നിന്ന് ഒരു ടൂറ് പോവുകയാണ്. അവരേതിലാണ് പോകുന്നത്? ട്രെയിനിലാണ് പോകുന്നത്. ഇനി കഥ തുടങ്ങിയാണ്. ഗംഗ കൊടുത്ത സിഗ്നൽ കേട്ടിട്ട് സീതയും രാമനും ചെയിൻ വലിച്ചു. അവർ ട്രെയിനിലാണല്ലോ പോകുന്നത്, അപ്പോൾ ട്രെയിനിൻ്റെ ചെയിൻ അവരങ്ങ് വലിച്ചു. അന്നേരം അവിടെ ഭയങ്കര വഴക്കുണ്ടായി. വാക്കുകൾ കൊണ്ട്, മോശം വാക്കുകളൊക്കെ ഉപയോഗിച്ച് അങ്ങും ഇങ്ങും വഴക്കുണ്ടായി. എന്തിനാണ് വഴക്കുണ്ടാക്കിയത്? കാരണം എല്ലാവർക്കും പല പല അഭിപ്രായമായിരുന്നു. ഗംഗയും സീതയും രാമനും ഫ്രണ്ട്സാണ്. അപ്പോൾ അവരെന്ത് ചെയ്തു? ഒത്തൊരുമിച്ച് ചെയിൻ വലിച്ചു. അപ്പോൾ ബാക്കിയുള്ള കുട്ടികൾക്ക് ഇഷ്ടപ്പെടണോ? ഇല്ല. അപ്പോൾ അവിടെ ഭയങ്കര വഴക്കുണ്ടായി. വഴക്കുണ്ടാകാനുള്ള കാരണം പല പല അഭിപ്രായങ്ങളായിരുന്നു. അന്നേരമാണ് അവിടത്തേക്ക് ഒരാൾ കടന്നു വരികയും ഈ സിറ്റുവേഷൻ, ഈ കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി, ഈ സിറ്റുവേഷൻ എന്താണ് ഇവിടെ പ്രശ്നം നടക്കുന്നതെന്ന് മനസ്സിലാക്കിയ പ്രിൻസിപ്പള് പ്രോബ്ലം സോൾവ് ചെയ്തു. സോ ഇതാണ് കഥ. ഇനി ഈ കഥ ഒന്ന് വിശദീകരിക്കാം. ഗംഗ എന്നുള്ളത് ഗാഗ്നയാണ്. അപ്പം ഗാഗ്നയുടെ ഹൈറാർക്കിയാണല്ലോ ഈ കഥ നടക്കുന്നത്. ഗംഗ ഗാഗ്നയാണ്. സിഗ്നൽ കൊടുക്കുക, സിഗ്നൽ ലേണിംഗ്. സീതയും രാമനും സ്റ്റിമുലസ് റെസ്പോൺസ് ആണ് കേട്ടോ. സ്റ്റിമുലസിൻ്റെ എസ് സീതയായിട്ടും റെസ്പോൺസിൻ്റെ ആറ് രാമനായിട്ടും പറഞ്ഞു. ചെയിനിങ് എന്താ? ട്രെയിനിൻ്റെ ചെയിൻ വലിച്ചു. വഴക്കുണ്ടായി, വേർബൽ അസോസിയേഷനാണ്, വാക്കുകൾ കൊണ്ടാണല്ലോ വഴക്കിടുക. കാരണം എന്തായിരുന്നു? ഭിന്ന അഭിപ്രായമായിരുന്നു, മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ. അപ്പോൾ ആ സിറ്റുവേഷനിലേക്ക് കടന്നു വന്ന ആ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി, അതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് മനസ്സിലാക്കിയത്. അതാണ് കോൺസെപ്റ്റ് ലേണിംഗ്. പ്രിൻസിപ്പിള് പ്രോബ്ലം സോൾവ് ചെയ്തു, പ്രിൻസിപ്പിൾ പ്രോബ്ലം സോൾവിങ്. കഥ ഒന്നും കൂടി പറയാം, ഈ ഒരു ഓർഡറിൽ പഠിച്ചാൽ മതി. ഗംഗ കൊടുത്ത സിഗ്നൽ അനുസരിച്ചിട്ട് സീതയും രാമനും ചെയിൻ വലിക്കുകയും അവിടെ ഭയങ്കര വഴക്കുണ്ടാവുകയും ചെയ്തു. വഴക്കിൻ്റെ കാരണം പല പല അഭിപ്രായമായിരുന്നു. അപ്പോൾ ആ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കിയ പ്രിൻസിപ്പിള് പ്രോബ്ലം സോൾവ് ചെയ്തു. സോ ഇത്രയായിരുന്നു ഗാഗ്ന തൻ്റെ ഹൈറാർക്കി ഓഫ് ലേണിംഗിൽ പറഞ്ഞിരിക്കുന്നത്.